ഇപ്പോൾ അവസാനിച്ച ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ട് നാണം കെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഏകദിനത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഇംഗ്ലണ്ട് ആയിരുന്നു. അവർക്ക് മോശപ്പെട്ട തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അവരുടെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒടുവിൽ ഇംഗ്ലണ്ട് 47 ഓവറിൽ 248 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ത്യക്ക് വേണ്ടി ജഡേജ, ഹർഷിത് റാണ 3 വിക്കറ്റ് നേടി. ഇത്രയും വേഗത്തിൽ ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആകുമെന്ന് ഇന്ത്യ കരുതിയില്ല. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ഇന്ത്യക്ക് വേണ്ടി ജയ്സ്വാളും രോഹിത് ശർമ്മയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഇന്ത്യക്ക് തുടക്കത്തിലെ തന്നെ രോഹിത് ശർമ്മയെ ഔട്ടായി. 2 റൺസ് എടുത്ത് രോഹിത് ഔട്ടായി. ശേഷം ജയ്സ്വാളും 15 റൺസിൽ പുറത്തായി. ഇതോടുകൂടി ഇന്ത്യ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ശുഭ്മാൻ ഗില്ലും ശ്രേയസും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. ശ്രേയസ് ഇന്ന് T20 പോലെയാണ് കളിച്ചത്. 36 ബോളിൽ 59 റൺസ് ശ്രേയസ് എടുത്തു. ശുഭ്മാൻ ഗിൽ ഇന്ന് ക്ലാസിക് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. വിരാട് കോഹ്ലി ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. T20 ക്രിക്കറ്റിൽ ഗൗതം ഗംഭീർ പുതിയ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ 4-1 പരമ്പര നേടി. അതേ ടെക്നോളജി തന്നെയാണ് ഗംഭീർ ഇപ്പോൾ ഏകദിനത്തിലും പ്രയോഗിക്കുന്നത്. ഇന്ത്യ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇനിയുള്ള ഏകദിനത്തിൽ മുൻപോട്ട് പോയാൽ ഇന്ത്യ ഉറപ്പായിട്ടും ഈ ഒരു ഏകദിന പരമ്പര തോറ്റുവാരും. അതുമാത്രമല്ല, ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ നേടാനും സാധ്യതയുണ്ട്. അത്രയ്ക്കും മികച്ച ടീമാണ് ഇന്ത്യക്ക്. രോഹിത് ശർമ്മ ഫോമാകാത്തതിൽ ആരാധകർക്ക് വിഷമമുണ്ട്. അതുപോലെ ജയ്സ്വാളും ഫ്ലോപ്പാണ്. ജയ്സ്വാളിന് പകരം സഞ്ജു ഓപ്പണിംഗിൽ വരണമെന്നാണ് ആരാധകർ പറഞ്ഞത്. ജയ്സ്വാൾ T20 പ്ലെയർ ആണ്. ജയ്സ്വാളിന്റെ ആദ്യത്തെ ഏകദിനമാണ് ഇന്നത്തേത്. സഞ്ജു ആകട്ടെ അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ടീമിന് പുറത്താണ്. എന്തായാലും ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.